ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഒരു ഉൾനാടൻ ഗ്രാമത്തിലായിരുന്നു ഞങ്ങളുടെ വീട്. ഒരു പഴയ ഇരുനില വീടാണ്. അച്ഛനും അമ്മയും ചേട്ടനും പിന്നെ ഞാനും അടങ്ങുന്ന ഒരു കുടുംബം. പിന്നീട് ചേട്ടൻ്റെ കല്യാണശേഷം എനിക്ക് ഒരു ചേട്ടത്തിയമ്മയെ കൂടെ കിട്ടി. സത്യം പറഞ്ഞാൽ അടിച്ചു പൊളിച്ചായിരുന്നു ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ചേട്ടത്തിയമ്മയെക്കുറിച്ച് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ചേട്ടന് കല്യാണം ആലോചിച്ചപ്പോൾ തന്നെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അന്നേ ഒരു നോട്ടം വെച്ചതാണ്. എല്ലാം പയ്യെ പറയാം. എന്നെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് അഭിലാഷ്. എല്ലാവരും അഭിക്കുട്ട എന്നൊക്കെ വിളിക്കും. കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയറിനാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ പേര് സൂരജ്. എന്നേക്കാൾ 6 വയസ്സ് മൂത്തതാണ്. ചേട്ടത്തിയമ്മയുടെ പേര് ധന്യ. നേരത്തെ പറഞ്ഞ പോലെ നല്ല സുന്ദരിയാണ്. കൊഴുത്ത് തൊടുത്ത അല്പം വണ്ണമൊക്കെയുള്ള ഒരു നല്ല സാധനം. എൻ്റെ അതേ പ്രായമാണ് ചേട്ടത്തിക്ക്. എങ്കിലും ഞാൻ ചേട്ടത്തിയമ്മ, ചേച്ചി എന്നൊക്കെയാണ് വിളിച്ചു പോകാറ്. പുറമെ ചേട്ടൻ്റെ ഭാര്യയാണെന്നുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും ഞാൻ കാണിക്കുന്നുണ്ടെങ്കിലും ചിലതൊക്കെ എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. എങ്കിലും ചേട്ടനുള്ളത് കൊണ്ടും ചേട്ടത്തിയെ വരുതിയിലാക്കാൻ പറ്റാത്തത് കൊണ്ടും ചെറിയ പരിപാടി മാത്രമേ നടന്നു പോകുന്നുള്ളൂ. ചേട്ടത്തിയോട് ഓരോന്ന് സംസാരിച്ചും സഹായിച്ചും മണപ്പിച്ച് പിന്നാലെ നടക്കുക. പിന്നെ കണ്ടതും അറിഞ്ഞതും ഓർത്ത് 1-2 വിടുക. ഇതൊക്കെയായിരുന്നു എൻ്റെ കലാപരിപാടികൾ. പുറമെ ഞാൻ നല്ലവനായ ഉണ്ണിയായതുകൊണ്ട് ആർക്കും ഒരു സംശയവുമില്ലായിരുന്നു. ചേട്ടത്തി എന്നോട് വളരെ നല്ല സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. എന്ത് കാര്യത്തിനും എനിക്ക് നല്ല സപ്പോർട്ട് തരുമായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടന് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. നല്ല തുക സാലറിയായി കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് കുടുംബമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. പിന്നെ അച്ഛന് സ്വന്തമായി ഒരു ചെറിയ കടയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല സന്തോഷത്തോടെ കടന്നു പോകുന്നു. അങ്ങനെ രാവിലെ ഒരു ദിവസം, എടാ അബി, എഴുന്നേൽക്കടാ അബി, ചേട്ടത്തിയാണ് വിളിക്കുന്നത്. ഞാൻ എണീക്കാത്തത് കണ്ടപ്പോൾ ചേട്ടൻ വന്ന് ഫാൻ ഓഫാക്കിയിട്ട് പോയി. അങ്ങനെ ചേട്ടത്തിയുടെ വിളിയും ചേട്ടൻ്റെ ശല്യവും കാരണം ഞാൻ ഉറക്കച്ചടവോടെ പതിയെ എഴുന്നേറ്റു. എന്താ ചേട്ടത്തി ഇത്? ഇന്ന് സൺഡേ അല്ലേ? സമയം ഇത്രയല്ലേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ ഉറങ്ങട്ടെന്നേ പയ്യ. അത് കേട്ടപ്പോൾ ചേട്ടത്തി ഒരു ചിരിയോടെ പറഞ്ഞു, എടാ മണ്ട, എണീക്ക്. അവൾ വന്നിട്ടുണ്ട്, ദിവ്യ. നീ ഇപ്പോൾ എണീറ്റില്ലെങ്കിൽ അവൾ കോളേജ് മൊത്തം പാട്ടാക്കും. നിനക്ക് നേരം വെളുക്കുന്നത് ഉച്ചയ്ക്കാണെന്നും പറഞ്ഞ്. അത് കേട്ടതും ഞാൻ കേട്ടി. എൻ്റെ ഉറക്കമൊക്കെ പമ്പ കടന്നു. ഞാൻ വേഗം ചാടി എണീറ്റ് കുളിമുറിയിലേക്ക് ഓടാൻ നേരം ചേട്ടത്തിയോട് ചോദിച്ചു, എവിടെ ദിവ്യ, എവിടെ? ദാ അവൾ അടുക്കളയിൽ നിന്നും അമ്മയോട് കത്തി വെക്കുക. ആ ശരി ചേട്ടത്തി. അതും പറഞ്ഞ് ഞാൻ കുളിമുറിയിൽ കയറി. ഞാൻ ഇടയ്ക്കൊക്കെ മാത്രമാണ് കുളിക്കാറുള്ളതെങ്കിലും അന്ന് ഒന്ന് കുളിച്ചേക്കാമെന്ന് കരുതി കുളി തുടങ്ങി. മാത്രമല്ല, രാവിലെ തന്നെ ചേട്ടത്തി കുനിഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ നല്ല കണിയും കണ്ടായിരുന്നു. അപ്പോൾ ആ ആടുന്നതൊക്കെ ആലോചിച്ച് ഒരെണ്ണം വിട്ടു. പിന്നെ ദിവ്യയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ദിവ്യ എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ്. അതായത് എൻ്റെ മുറപ്പെണ്ണ്. ഞങ്ങളുടെ വീട് കഴിഞ്ഞ് 2-3 വീട് അപ്പുറത്താണ് അവളുടെ വീട്. അവൾക്ക് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയനുമുണ്ട്. ദിവ്യ ഇപ്പോൾ എൻ്റെ കോളേജ് ഡിഗ്രി ഫസ്റ്റ് ഇയറായി കയറിയേക്കുവാണ്. അതോടെ എനിക്ക് പണിയായി എന്ന് വേണമെങ്കിൽ പറയാം. കോളേജ് വിട്ട് കഴിഞ്ഞ് ഞാൻ ഏതെങ്കിലും പെണ്ണിനോട് സംസാരിച്ചു നിൽക്കുന്നത് കണ്ടാൽ അവൾ അപ്പോൾ തന്നെ ഇടയിൽ കയറി കുളമാക്കുകയും വീട്ടിൽ കൊണ്ടുവിടണം എന്ന് വാശി പിടിക്കുകയും ചെയ്യും. ഇനി ഞാൻ അവളെ അവളുടെ വീട്ടിലോട്ട് കൊണ്ടുവിട്ടാൽ അവൾ അവളുടെ അമ്മയോട് പറയുന്ന ഒരു വർത്താനമുണ്ട്. പിന്നെ അഭിയേട്ടന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് എനിക്കും അഭിയേട്ടനും കോളേജിൽ പോയി വരാനല്ലേ എന്ന്.
അത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. എങ്കിലും ആ ദേഷ്യം ഞാൻ അവളുടെ അമ്മയുടെ മുന്നിലൊന്നും കാണിക്കാറില്ല. ചെറുപ്പം മുതലേ എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഇവളെ ഞങ്ങളുടെ മോളായി കൊണ്ടുവരുമെന്ന്, അതായത് എൻ്റെ കെട്ടിയോളാക്കുമെന്ന്. സത്യത്തിൽ എനിക്ക് എന്താണെന്നറിയില്ല. ദിവ്യയോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അതായത് ഉണരുന്നില്ല. ദിവ്യ കാണാൻ ഇരുനിറമാണെങ്കിലും എല്ലാം ആവശ്യത്തിനുണ്ട്, നല്ല സുന്ദരിയുമാണ്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ഒരു താല്പര്യവുമില്ലായിരുന്നു. ദിവ്യയുടെ സ്ഥാനത്ത് എൻ്റെ ചേട്ടത്തി അമ്മ ധന്യയായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ സമ്മതം മൂളിയേനെ. എന്തിനേറെ പറയുന്നു, എപ്പോഴേ പണിയെടുത്തേനെ. ദിവ്യയെ എൻ്റെ അനിയത്തി എന്ന സ്ഥാനത്തല്ലാതെ ഞാൻ മറ്റൊരു രീതിയിലും കണ്ടിരുന്നില്ല. പിന്നെ എന്ത് പറയാനാ, എൻ്റെ അച്ഛൻ അവളുടെ അച്ഛന് ഈ കാര്യത്തിൽ വാക്ക് വരെ കൊടുത്തു പോയെ. ഉറപ്പെണ്ണ് എന്നുള്ള രീതിയൊന്നും എനിക്ക് വെറുപ്പായിരുന്നു. പക്ഷേ എൻ്റെ ചിന്തയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ദിവ്യ ചിന്തിക്കുന്നത്. അവൾക്ക് എന്നെ മാത്രം മതി. ദിവ്യ ഒരിക്കൽ കൈകൊണ്ട് പ്രവർത്തിക്കുന്നത് വരെ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരുന്നു. എന്നിട്ടും എനിക്ക് ഒന്നും തോന്നിയില്ല. ഞാൻ ദിവ്യയുടെ മുറിച്ചെറുക്കനാണെന്നും എന്നെ കെട്ടാൻ പോകുന്ന ആളാണെന്നും പറഞ്ഞ് ഇപ്പോഴും അവൾ നടപ്പാണ്. ഞാൻ എത്ര വാണിംഗ് കൊടുത്താലും അതൊക്കെ വെള്ളത്തിൽ വരക്കുന്ന വര പോലെയാണ്. അവൾ വീണ്ടും ഓരോന്ന് പറഞ്ഞ് നടക്കും. ഇന്നാ എടുത്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പണിയെടുത്തോ എന്നുള്ള ഭാവമാണ് ദിവ്യയ്ക്ക്. ഞാൻ എന്ത് പറഞ്ഞാലും ദിവ്യ അതൊക്കെ കേട്ടിരിക്കും. എന്നിട്ട് വീണ്ടും വരും എന്നെ ശല്യം ചെയ്യാൻ. എപ്പോഴും എനിക്ക് കൂട്ടിരിക്കാനാണ് അവൾക്ക് താല്പര്യം. അങ്ങനെ ഞാൻ കുളിമുറിയിൽ കയറിയ സമയത്ത് അവൾ എൻ്റെ മുറിയിലോട്ട് വന്നു. അറ്റാച്ച്ഡ് ബാത്റൂം ആയിരുന്നു. അപ്പോൾ പുറത്തു നിന്നും അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഏട്ടൻ കുളിക്കുവാണോ? അപ്പോൾ ഞാൻ മുഖത്ത് സോപ്പൊക്കെ തേക്കുമായിരുന്നു. അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു, ആരോട് ചോദിച്ചിട്ടാടി നീ എൻ്റെ മുറിയിൽ കയറിയത്? അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല, കയറാൻ തോന്നി കയറി, വേണൽ വന്ന് ഇറക്കി വിട്ടോ. ഹോ ദൈവമേ, ഈ ഒയ്യാബാധ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ കുളി തുടർന്നു. അവൾ പോയി കഴിഞ്ഞിട്ടേ ഇവിടുന്ന് ഇറങ്ങുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് ഞാൻ വീണ്ടും സോപ്പിട്ട് കുളി തുടർന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവളുടെ ചോദ്യം, ഏട്ടാ ഇതെന്തൊരു കുളിയാ, കുറെ സമയമായല്ലോ, ഇറങ്ങുന്നില്ലേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാനിപ്പോൾ പോകും. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആ നീ പോയിക്കോ, നീ പോയി കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ, വേഗം പോയിക്കോ. ആ പിന്നെ നിന്റെ ഈ ഏട്ടാ എന്നുള്ള വിളി എനിക്കൊട്ടും ഇഷ്ടമാവുന്നില്ല. പേര് വിളിച്ചോ, അത് മതി. അല്ലെങ്കിലും നിന്നെ ഞാൻ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ അത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ അവളുടെ മിണ്ടാട്ടമൊന്നും കേട്ടില്ല. ഞാൻ പതിയെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവൾ അവിടെയില്ലായിരുന്നു. എനിക്ക് സന്തോഷമായി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വേഷം മാറി. പെട്ടെന്നാണ് എൻ്റെ ഫോണിൽ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടത്. ഇതാരാ ഇത്രയും കുറെ മെസ്സേജ് അയച്ചത്? പതിവില്ലാത്തതാണല്ലോ. അതും ചിന്തിച്ച് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞെട്ടി. എൻ്റെ ഫോണിൽ അവൾ തന്നെ മുറിയിൽ നിന്ന് കുറെ സെൽഫി എടുത്തിരിക്കുന്നു. ആ ഫോട്ടോസൊക്കെ അവൾ സ്റ്റാറ്റസായി ഇട്ടിരിക്കുന്നു. അതും എൻ്റെ വാട്സപ്പിലാണ് അവൾ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. ഇതേതാടാ സുന്ദരി കൊച്ച്? ആഹാ, നിങ്ങൾ ലവ് ആയോ? പണി കഴിഞ്ഞോ? പണിയെടുത്തോ? എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കൂട്ടുകാരുടെ മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ എനിക്കിട്ട് പാര വെച്ചിട്ടാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായി. അവൾ പോയോ എന്ന് നോക്കാൻ ഞാൻ ദേഷ്യത്തോടെ ഹാളിലേക്ക് ചെന്നപ്പോൾ ദിവ്യ കരഞ്ഞുകൊണ്ടാണ് പോയതെന്ന് ചേട്ടത്തിയമ്മ പറഞ്ഞു. അമ്മയാണെങ്കിൽ എന്നെ കുറെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ അമ്മയോടും ചേട്ടത്തിയോടും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നതെന്ന്. അമ്മയുടെ വായിൽ നിന്നും നല്ലോണം ചീത്ത കിട്ടിയപ്പോൾ സമാധാനമായല്ലോ എന്നും പറഞ്ഞ് ചേട്ടത്തി ചിരിച്ചോണ്ട് അടുക്കളയിലേക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ അവളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ പിന്നെ അവർ അത് എൻ്റെ അച്ഛനോട് പറയും. പിന്നെ അച്ഛൻ്റെ വായിൽ നിന്നും കുറെ ചീത്ത കേൾക്കേണ്ടി വരുമല്ലോ എന്നോർത്ത്
ഞാൻ വേഗം അവളുടെ വീട്ടിലോട്ട് നടന്നു. എങ്ങനെയെങ്കിലും അവളെ സോപ്പിടണം, കാര്യങ്ങൾ ഒതുക്കി തീർക്കണം, ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ വഴിയിൽ വെച്ച് ഞാൻ കണ്ട കാഴ്ച, അവളുടെ വീടിനടുത്തുള്ള വീട്ടുമുറ്റത്ത് നിന്നും അയൽവക്കത്തെ കുട്ടികളുടെ കൂടെ കൂടി അവൾ മാങ്ങയ്ക്ക് കല്ലെറിയുവാണ്. എന്നെ കണ്ടപ്പോൾ ഉടനെ അവൾ 2-3 മാങ്ങയുമായി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. മാങ്ങ വേണോ ഏട്ടാ? അവളുടെ ചോദ്യം. അപ്പോൾ ഞാൻ തുറച്ചു നോക്കി. എൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ അവൾ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു, സോറി ഏട്ടാ. അവൾ എന്നെ ഒന്ന് ആക്കിയതാണെന്ന് ആ പറച്ചിൽ നിന്നും എനിക്ക് മനസ്സിലായി. അവൾ പറഞ്ഞു, വാ വീട്ടിലേക്ക് വാ, ഇന്ന മാങ്ങ കഴിച്ചോ. അങ്ങനെ അവളുടെ കയ്യിൽ നിന്നും ഒരു മാങ്ങയും എടുത്തുകൊണ്ട് ഞാൻ അവളുടെ വീട്ടിലോട്ട് നടന്നു. അവൾക്കാണെങ്കിൽ എൻ്റെ കൂടെ നടക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്തു പറഞ്ഞാലും അവളെ വേദനിപ്പിച്ചാലും അവൾ എന്നും എൻ്റെ കൂടെ കാണും. പക്ഷേ എനിക്ക് എന്താണാവോ പണിയെടുക്കാൻ തോന്നാത്തത്. തോന്നിയിരുന്നെങ്കിൽ നല്ലപോലെ മുതലെടുത്ത് വിടാമായിരുന്നു, ഞാൻ ചിന്തിച്ചു. ശേ, ദൈവമേ, എൻ്റെ മനസ്സിന് അനുയോജ്യമായ, മനസ്സിന് ഇഷ്ടപ്പെടുന്ന പോലുള്ള ഒരെണ്ണത്തിനെ മുറപ്പെണ്ണായി തന്നൂടെ? എങ്കിൽ എന്ത് സുഖമായനെ അടിച്ചു പൊളിക്കാമായിരുന്നു, ഞാൻ ചിന്തിച്ചു. പിന്നെ ചില സമയങ്ങളിൽ ദിവ്യ എനിക്ക് അനുഗ്രഹമാവാറുണ്ട്. അത് ഏത് സമയമാണെന്ന് വെച്ചാൽ, ബന്ധുക്കൾ എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്തവർ ചിലപ്പോൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ വിളിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ പോവാതിരിക്കാനും പറ്റില്ല. അമ്മയും അച്ഛനും നിർബന്ധിച്ച് കൊണ്ടുപോകും. അപ്പോൾ അവളുടെ വീട്ടുകാരും വരും. ബന്ധുക്കളുടെ വീട്ടിലോട്ട് പോയാൽ പിന്നെ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദിവ്യയും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായും എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. ഞങ്ങളങ്ങനെ ഓരോന്ന് സംസാരിച്ചും തമാശ പറഞ്ഞുമിരിക്കും. ആ സമയത്ത് അവളില്ലെങ്കിൽ ഞാൻ ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയനെ എന്ന് ആലോചിക്കാറുണ്ട്.